ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സംഭവത്തിന്റെ ഭാഗമായി വടകരയിൽ പ്രവർത്തിക്കുന്ന വടകര താലൂക്കിലെ നിരവധി ആളുകളെ പറ്റിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് തന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ 75 ലക്ഷത്തോളം രൂപ ഇബ്രാഹിം കുട്ടി എന്ന വയോധികനായ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഇവിടെ കോൺഗ്രസിന്റെ DCC സെക്രട്ടറിയായ സുധീർ കുമാറിന്റെ വീടിന് മുമ്പിൽ വെച്ച് പ്രതിഷേധ സൂചകമായി അദ്ദേഹം പെട്രോൾ ഒഴിച്ചുകൊണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ഇതിനെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ നിരവധി പേർ ഇതിന്റെ പിന്നിൽ, കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ വടകര താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലെ ആളുകൾ കഴിഞ്ഞ വർഷങ്ങളോളം ഇതിനെ മറയാക്കിക്കൊണ്ട് സൊസൈറ്റിയുടെ പിന്നിൽ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന ഷെയർ എടുത്തുകൊണ്ട് ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വലിയൊരു സംഘം വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി മാറുകയാണ്. നമുക്കറിയാം, ഇവിടെയുള്ള പോലീസ് സംവിധാനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു മരണ സംഭവം ഉണ്ടായ സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത്? കേവലം മരണവഴി എടുക്കാൻ വേണ്ടി മരണത്തിന് തൊട്ട് മുമ്പ് ഡോക്ടർമാർ ആശുപത്രി രേഖപ്പെടുത്തിയിട്ട് പോലും ഇവിടുത്തെ വടകരയിലെ പോലീസ് സംവിധാനം ഈ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും മൊഴിയെടുക്കാൻ വേണ്ടി പോലും തയ്യാറാകാത്ത സാഹചര്യം. ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് വടകരയിലെ പോലീസ് സംവിധാനം ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിലെ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് കടത്തനാട് സൊസൈറ്റി, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി, ഈ നിലയിലേക്കുള്ള സമീപനം ഇത്തരം വയോധികരമായ ഒരു മനുഷ്യന്റെ ജീവനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഉണ്ടായത് ശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ സമരത്തിൽ അഭ്യർത്ഥിക്കാൻ, ഈ സമരത്തിനകത്ത് പ്രതിഷേധത്തിനകത്ത് പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.